സോ വെൽക്കം ബാക്ക്. ഇനി നമ്മൾ പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക. അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇലിസ്ട്രേഷൻ 6.1 ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ, അതായത് താഴെ തന്നിരിക്കുന്ന ആ കുറിപ്പിനെ കുറിച്ച് വിശകലനം ചെയ്യുക. അതുപോലെ തന്നെ ഇലിസ്ട്രേഷൻ 6.1, അതായത് ചിത്രീകരണം 6.1നെയും നമ്മളോട് മനസ്സിലാക്കുക. ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്, അവിടെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ എ നോട്ട്, നമ്മളോട് ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നിരിക്കുന്നത് പേജ് നമ്പർ 141 ആണ് നമുക്ക് തന്നിരിക്കുന്ന ആ ചിത്രീകരണം അല്ലെങ്കിൽ ഇലിസ്ട്രേഷൻ 6.1. ദ 6 ഏതാണ് 6 കിങ്ഡം വർഗീകരണം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് 6 കിങ്ഡംസ്. അപ്പോൾ ഈ 6 കിങ്ഡത്തിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷനാണ്, 6 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു ചോദ്യം തന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ട്. ദീസ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആർ നോട്ട് യു മേ നോട്ട് ഫൈൻഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് ഇൻ എ പ്രോപ്പർ മാനർ. ഇവിടെ ഞാൻ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് തന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവില്ല, പക്ഷേ ശരിയായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവ തന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു കാരണവശാലും ഉപേക്ഷ വിചാരിക്കാതെ ഇത് പഠിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് ആർ ദ 6 കിങ്ഡംസ് ക്ലാസിഫിക്കേഷൻ? ഏതെല്ലാമാണ് 6 കിങ്ഡം 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്ന ജീവജാലങ്ങൾ എന്നുള്ളതാണ്. വിച്ച് ആർ ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് ഇങ്ങനെ എഴുതാം. ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് ആർ, അതായത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാക്ടീരിയ, രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആർക്കിയ, മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രൊട്ടിസ്റ്റ, നാലാമതായിട്ട് തന്നിരിക്കുന്നത് ഫംജെ, അഞ്ചാമതായിട്ട് തന്നിരിക്കുന്നത് പ്ലാന്റേ, ആറാമതായിട്ട് തന്നിരിക്കുന്നത് അനിമേലിയ. അപ്പോൾ വിച്ച് ആർ ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ബാക്ടീരിയ, ആർക്കിയ, പ്രൊട്ടിസ്റ്റ, ഫംജെ, പ്ലാന്റേൻ, അനിമേലിയ എന്നിവയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ആർ ദ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓർഗാനിസംസ്? നിങ്ങൾ ആ ചിത്രം എടുത്ത് വെക്കണം കേട്ടോ, 141. ഓക്കെ, അതിനുശേഷം മാത്രമാണ് ഈ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, 10ാമത്തെ ചോദ്യം ഏതാണ്? വിച്ച് ആർ ദ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓർഗാനിസംസ്? ഏതെല്ലാമാണ് ജീവജാലങ്ങളുടെ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനായിട്ട് നൽകിയിരിക്കുന്നത്? ആ ചിത്രത്തിൻ്റെ അടിഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ യെല്ലോ കളർ ബോക്സിനകത്ത് തന്നിട്ടുണ്ട് ആ 3 ഡൊമൈൻ ആയിട്ട് തന്നിരിക്കുന്നത്. 1 ബാക്ടീരിയ, 2 ആർക്കിയ, 3 യുക്കേരിയ എന്നിവയാണ് ഈ തന്നിരിക്കുന്നവ ഓരോന്നും എന്നുള്ള കാര്യം. 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് കംസ് അണ്ടർ ഡൊമൈൻ ബാക്ടീരിയ? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാം ജീവജാലങ്ങളാണ് ഡൊമൈൻ ബാക്ടീരിയയിൽ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ദ ക്രീച്ചേഴ്സ് കംസ് അണ്ടർ ഡൊമൈൻ ബാക്ടീരിയ ഈസ് ഒൺലി ബാക്ടീരിയ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ദ ക്രീച്ചേഴ്സ് കംസ് അണ്ടർ ഡൊമൈൻ ബാക്ടീരിയം, അതായത് ഡൊമൈൻ ബാക്ടീരിയത്തിൽ വരുന്ന ഏക ജീവി എന്ന് പറയുന്നത് ബാക്ടീരിയ മാത്രമാണ്, അല്ലെങ്കിൽ ബാക്ടീരിയകൾ മാത്രമാണ് അതിൽ വരുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോവുകയാണ്. വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് കംസ് അണ്ടർ ഡൊമൈൻ ആർക്കിയ? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാം ക്രീച്ചേഴ്സാണ്, ഏതെല്ലാം ജീവജാലങ്ങളാണ് ഡൊമൈൻ ആർക്കിയയുടെ അണ്ടർ അല്ലെങ്കിൽ കീഴിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഉത്തരം നിങ്ങളൊന്ന് നോക്കുക. ദ ക്രീച്ചേഴ്സ് കംസ് അണ്ടർ ഡൊമൈൻ ആർക്കിയ ഈസ് ഒൺലി ആർക്കിയ, അതായത് ആർക്കിയ എന്ന ഡൊമൈൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ വരുന്ന ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ ജീവജാലം എന്ന് പറയുന്നത് ഒൺലി ആർക്കിയ എന്ന് പറയുന്ന ആ ഒരു ജീവജാലം മാത്രമേ ആർക്കിയ എന്ന് പറയുന്ന കിങ്ഡത്തിൻ്റെ അകത്ത് വരുന്നതുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് 13ാമത്തെ ചോദ്യമാണ്. വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് കംസ് അണ്ടർ യുക്കേരിയ? അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് കംസ് അണ്ടർ യുക്കാരിയ എന്ന് പറയുന്ന ആ ഡൊമൈനിൽ വരുന്ന കിങ്ഡങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ വസ്തുക്കൾ ഏതെല്ലാം കാറ്റഗറിയിലുള്ളവയാണ്, അല്ലെങ്കിൽ ഏതെല്ലാം ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ ഏതെല്ലാം കിങ്ഡങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം ഇങ്ങനെ എഴുതുവാനായിട്ട് സാധിക്കും. ദ ക്രീച്ചേഴ്സ് കംസ് അണ്ടർ ഡൊമൈൻ യുക്കേരിയ ആർ, അതായത് ഡൊമൈൻ യുക്കേരിയയിൽ വരുന്ന ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഏതെല്ലാമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടിസ്റ്റ, ഫംജെ, പ്ലാന്റേ, അനിമേലിയ, അതായത് 4 തരത്തിലുള്ള ജീവജാലങ്ങളാണ് ഇതിൽ വരുന്നത്, യുക്കാരിയയിൽ വരുന്നത്. 1 പ്രൊട്ടിസ്റ്റ, 2 ഫംജെ, 3 പ്ലാന്റേ,
4 അനിമേലിയ. അങ്ങനെയുള്ള 4 ജീവജാലങ്ങളാണ് ഇവയിൽ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം തന്നെ ആദ്യം പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി വേണമെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് മാത്രം ചെയ്താലേ കിട്ടുകയുള്ളൂ, മറ്റൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, ഇനി 14ാമത്തെ ചോദ്യം, വാട്ട് ആർ ബാക്ടീരിയ? അതായത് ഇപ്പം നമ്മൾ ഇവിടെ ഈ ചിത്രത്തിൽ ഓരോ ജീവജാലങ്ങളെയും കുറിച്ച് കണ്ടു. ഏത്? ബാക്ടീരിയ, ആർക്കിയ, പ്രൊട്ടസ്റ്റ, ഫംജെ, പ്ലാന്റ്, അനിമേലിയ എന്ന് പറയുന്ന ജീവജാലങ്ങളെ കണ്ടു. അപ്പം ഇനി ഈ ജീവജാലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അല്പം വിശദമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുകയാണ്. വാട്ട് ആർ ബാക്ടീരിയ? ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ടീരിയ ഈസ് എ മെമ്പർ ഓഫ് ലാർജ് ഗ്രൂപ്പ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസം. ബാക്ടീരിയ എന്ന് പറയുന്നത് ഏകകോശ ജീവികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ അതിസൂക്ഷ്മമായ ഒരു ജീവജാലമാണ്. വിച്ച് ഹാവ് സെൽ വാൾ ബട്ട് ലാക്ക് ഓർഗനലെ ആൻഡ് ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ്. ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ബാക്ടീരിയയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു കോശഭിത്തിയുണ്ട്, സെൽ വാൾ, അതായത് കോശഭിത്തിയുണ്ട്. ബട്ട് ലാക്ക് ഓർഗനൽസ് ആൻഡ് ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ്. അവയ്ക്ക് എന്തെല്ലാം ഇല്ലാതെയുണ്ട്? ഓർഗനലെ, അതായത് സാധാരണ ഒരു സെല്ലിൽ നാം കാണുന്നത് പോലെ കൃത്യമായിട്ടുള്ള സെല്ലിൻ്റെ ഭാഗങ്ങൾ ഇല്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇന്നത് എന്ന് പറഞ്ഞേച്ച് ഒരു ന്യൂക്ലിയസിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂക്ലിയസിനെയും കാണുവാൻ സാധിക്കില്ല. ഇൻക്ലൂഡിങ് സം ദാറ്റ് ക്യാൻ കോസ് ഡിസീസ്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ബാക്ടീരിയയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ? ഡിസീസ് അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ജീവജാലം കൂടിയാണ്, മൈക്രോ ഓർഗാനിസം കൂടിയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ആർക്കിയ? എന്താണ് ആർക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിയാസ് ആർ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ആർ സിമിലർ ടു ബാക്ടീരിയ ഇൻ സൈസ് ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് സ്ട്രക്ചർ. അതായത് നമ്മൾ മനസ്സിലാക്കുക, ആർക്കിയ എന്ന് പറഞ്ഞാൽ മൈക്രോ അതിസൂക്ഷ്മമായ ജീവജാലമാണ്. വിച്ച് ആർ സിമിലർ ടു ബാക്ടീരിയ. അവ ബാക്ടീരിയയോട് സാദൃശ്യമുള്ളതുമാണ്. ഇൻ സൈസ്, അവയുടെ സൈസിൽ, അതുപോലെ തന്നെ അവയുടെ സിംപ്ലിസിറ്റി ഓഫ് സ്ട്രക്ചർ, അവയുടെ സ്ട്രക്ചറിലും ഘടനയിലും അവയുടെ രൂപത്തിലും അല്ലെങ്കിൽ അവയുടെ വലിപ്പത്തിലും അവയ്ക്ക് ബാക്ടീരിയയോട് സാദൃശ്യമുണ്ട്. എന്തിന്? ആർക്കിയയ്ക്ക്. ബട്ട് റാഡിക്കലി ഡിഫറെൻറ്റ് ഇൻ മോളിക്കുലർ ഓർഗനൈസേഷൻ. അതായത് പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മോളിക്കുലർ ഓർഗനൈസേഷൻ, അവയുടെ ഉള്ളിലുള്ള ആ ഓർഗനൈസേഷൻ അത് എങ്ങനെയാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങളിൽ ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമാണ്. ദേ ആർ നൗ ബിലീവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ആൻഷ്യൻറ്റ് ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവ വളരെ പ്രാചീന കാലഘട്ടം മുതൽ ഉള്ള ഒരു ഗ്രൂപ്പിൽപ്പെട്ട ജീവജാലങ്ങളാണ്. വിച്ച് ഈസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ബാക്ടീരിയ ആൻഡ് യുക്രിയോട്ടസ്. അവ എന്തെല്ലാമാണ്? ഒരു ഇൻ്റർമീഡിയറ്റ്, അതായത് ബാക്ടീരിയയ്ക്കും യുക്രിയോട്ടസിനും ഇടയിൽ ഉള്ള ഒരു ജീവജാലമായിട്ടാണ് അവയെ കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കണക്കാക്കിയിരിക്കുന്നത്. അപ്പം നമ്മളൊരു പുതിയ വാക്ക് ഇവിടെ പഠിച്ചു, യുക്രിയോട്ടസ്. അപ്പം എന്താണ് യുക്രിയോട്ടസ് എന്നുള്ളത് എന്ന് മനസ്സിലാക്കുക. യുക്രിയോട്ട് ആർ എനി സെൽ ഓർ ഓർഗാനിസം ദാറ്റ് പോസസ് എ ക്ലിയർലി ഡിഫൈൻഡ് സെൽ. ഓക്കെ, അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ആദ്യം നമ്മൾ പ്രൊക്രിയോട്ടസ് എന്ന് പറഞ്ഞൊരു വാക്ക് പഠിച്ചിരുന്നു. ഈ പ്രൊക്രിയോട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ സെൽ ഓർഗൻസും ന്യൂക്ലിയസും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ജീവജാലങ്ങളല്ല. അപ്പം അതേ സമയത്ത് യുക്രിയോട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ എന്താണ്? എനി സെൽ ഓർ ഓർഗാനിസംസ് ദാറ്റ് പോസസ് ക്ലിയർലി ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അവയ്ക്ക് കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ദ യുക്രിയോട്ടിക് സെൽ ഹാസ് എ ന്യൂക്ലിയർ മെമ്മറൈൻ. ഈ യുക്രിയോട്ടിക് സെല്ലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയ്ക്ക് കൃത്യമായ ഒരു ന്യൂക്ലിയർ എന്താണുള്ളത്? മെമ്മറൈൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഒരു കോശസ്തരമുണ്ട്. ദാറ്റ് സറൗണ്ട്സ് ദ ന്യൂക്ലിയസ്. അത് എന്താണ് ചെയ്യുന്നത്? ന്യൂക്ലിയസിനെ ആവരണം ചെയ്തിരിക്കുന്നു. ഇൻ വിച്ച് ദ വെൽ ഡിഫൈൻഡ് ക്രോമോസോം, അതായത് ക്രോമോസോമുകളും വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ക്രോമോസോംസ് ആർ ലൊക്കേറ്റഡ്. അപ്പം ഈ ന്യൂക്ലിയസ് ഉള്ളതുപോലെ ഈ ന്യൂക്ലിയസും അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസിനകത്തുള്ള ക്രോമോസോമുകളും ആ സെൽ മെമ്മറൈനകത്ത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ജീവജാലങ്ങളാണ്, മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മൾ എന്താ, അല്ലെങ്കിൽ ഈ കോശമുള്ള ജീവികളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? യുക്രിയോട്ടസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരെ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഒരു കാര്യം ഞാൻ പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ പേജ് നമ്പർ 141 എടുത്തു വെച്ചുകൊണ്ട് തന്നെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി വേണമെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.